വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തോട് ചേർന്ന് നിർമ്മിച്ച അനധികൃത ടോയ്ലറ്റുകൾ വടകര നഗരസഭയുടെ നിർദ്ദേശപ്രകാരം പൊളിച്ചുമാറ്റി. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. നാഷണൽ ഹൈവേയിൽ പണി നടക്കുന്നതിനിടയിലാണ് കക്കൂസ് മാലിന്യം പുറത്തേക്കൊഴുകി വിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. രൂക്ഷമായ ദുർഗന്ധത്തെ തുടർന്ന് അന്ന് നാഷണൽ ഹൈവേ ജോലികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. തുടർന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ ഇടപെട്ട് ശൗചാലയം താൽക്കാലികമായി പൂട്ടിക്കുകയായിരുന്നു. മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയതോടുകൂടിയാണ് വീണ്ടും തുറക്കാൻ അനുമതി നൽകിയത്. നഗരസഭയുടെ പരിശോധനയിൽ കണ്ടെത്തിയ അനധികൃത ടോയ്ലറ്റുകൾ നടത്തിപ്പുകാരനോട് പൊളിച്ചുമാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ടോയ്ലറ്റുകൾ പൊളിച്ചു നീക്കി തുടങ്ങിയതെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KM ഷൈനി പറഞ്ഞു. നമ്മളിപ്പോൾ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി കൺവേർട്ടിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാലിന്യ പ്രശ്നം നഗരസഭയുടെ ശ്രദ്ധയിൽ ആദ്യമായി പെട്ടത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ നഗരസഭ എന്നുള്ള രീതിയിൽ ചെയർമാൻ ഉൾപ്പെടെ ഹെൽത്ത് വിഭാഗം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ സന്ദർശിച്ച് ആ സമയത്താണ് നമുക്ക് അവിടെ ഒരു അനധികൃതമായി ബാത്റൂം 2-3 ബാത്റൂം അനധികൃതമായിട്ട് അവിടെ കെട്ടിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തെയും കൂടി വിളിച്ചുകൊണ്ട് അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് നഗരസഭ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അന്ന് നോട്ടീസ് കൊടുത്ത് അത് പൊളിച്ചു മാറ്റേണ്ട ഇടപെടലുകളും നഗരസഭ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാവിലെ മുതൽ അത് പൊളിച്ച് നീക്കി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് മലിനജലം ഉൾപ്പെടെ ഒഴുകിയത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ബാത്റൂമുമായിട്ട് ബന്ധപ്പെട്ട് ആ ടാങ്ക് നിറഞ്ഞ് ഓവർഫ്ലോ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോകുമ്പോൾ കണ്ടൊരവസ്ഥ. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഹെൽത്ത് വിഭാഗം എത്രയും പെട്ടെന്ന് അതിൻ്റെ നടത്തിപ്പുകാരനോട് ചെക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം കൊടുത്തത്. അത് 3 ദിവസങ്ങളിലായാണ് കോഴിക്കോട് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് അത് നീക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അത്രയും ദിവസം നമ്മൾ അവിടെയുള്ള ബാത്റൂം അടച്ചിടുക ചെയ്തത്. അതിനുശേഷം ആ സക്ക് ചെയ്ത് കൊണ്ടുപോയി അതിന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ബാത്റൂം തുറന്നു കൊടുക്കാനുള്ള അനുമതി വിടുന്ന നഗരസഭ എന്നുള്ള രീതിയിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പം അനധികൃതമായി കണ്ടെത്തിയ ആ 3 ബാത്റൂമും ഇന്ന് രാവിലെ മുതൽ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.